فبأي آلاء ربكما تكذبان. അടുത്ത നാമങ്ങൾ അൽ അഹദ്, അൽ വാഹിദ് എന്നീ നാമങ്ങളാണ്. അൽ അഹദ്, അൽ വാഹിദ്. അൽ അഹദ്, അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകൻ എന്നുള്ള ആശയം. ഖുർആനിൽ അൽ അഹദ് എന്നുള്ള നാമം ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ, ഖുർആനിൻ്റെ 1/3 എന്ന് അറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ അൽ വാഹിദ് എന്നുള്ള നാമം ഖുർആനിൽ ധാരാളം വ്യത്യസ്ത സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ചിലതാണ് സൂറത്തുൽ ബഖറയിലെ 163 ആയത്തിൽ വ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം. വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ, നിങ്ങളുടെ ഇലാഹ് ഏകനായിട്ടുള്ള ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായ അവനല്ലാതെ ഇലാഹില്ല. അതുപോലെ സൂറത്ത് യൂസുഫിലെ 39 ആയത്തിൽ അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, വ്യത്യസ്തരായിട്ടുള്ള റബ്ബുകളാണോ അതല്ല ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവാണോ ഖൈറായിട്ടുള്ളത്? അതിലും വാഹിദ് എന്ന് വന്നിട്ടുണ്ട്. സൂറത്ത് സ്വാദിലെ 65 ആയത്തിൽ വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹു അൽ വാഹിദുൽ ഖഹാർ, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ വാഹിദുൻ ഏകനാണ്, ഖഹാറാണ് സർവാധിപനാണ്. അങ്ങനെ ധാരാളം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വാഹിദ് എന്നുള്ള വന്നിട്ടുണ്ട്. എന്താണ് ഈ രണ്ട് നാമങ്ങൾ അറിയിക്കുന്ന വിശേഷണം? എന്താണ്? അഹദിയത്ത് അല്ലെങ്കിൽ വഹ്ദാനിയത്താണ് ഇതിൽ അറിയിക്കുന്ന കാര്യം. അള്ളാഹു ഏകനാണ്, ഏകത്വം എന്നുള്ളതാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും ഏകനാണ്. അതുപോലെ തന്നെ അവൻ്റെ മഹത്തരമായിട്ടുള്ള അതുപോലെയുള്ള എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും ഏകനാണ്. അതുപോലെ അവൻ ദാറ്റിയായിട്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വപരമായിട്ട് ഏകനാണ്, അവനെ പോലെ മറ്റൊന്നുമില്ല. അവൻ്റെ സിഫാത്തുകൾക്ക് മറ്റൊരു ഉപമ പറയാനോ ഒരു സാമ്യതയോ ഇല്ല. അതുപോലെ അവൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ അവൻ ഏകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ മറ്റെന്തെങ്കിലും ഒരു പങ്കുകാരനോ ഒരു സഹായിയോ ഇല്ല. അതുപോലെ ഉലൂഹിയത്തിൽ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നുള്ളതിൽ അവൻ ഏകനാണ്, അവനൊരു പകരക്കാരനില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണ്ടതുപോലെ ഇഷ്ടപ്പെടാനോ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ടതുപോലെ മഹത്വപ്പെടുത്താനോ അല്ലെങ്കിൽ അള്ളാഹുവിന് മുമ്പിൽ താഴ്മ കാണിക്കുന്നത് പോലെ താഴ്മ കാണിക്കാനോ അള്ളാഹുവിനൊപ്പം മറ്റാരുമില്ല, അവൻ ഏകനാണ്. അങ്ങനെ എല്ലാ വിശേഷണങ്ങളിലും അതിൻ്റെ പരിപൂർണതയിലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഏകനാണ് എന്നതാണ് അൽ അഹദ്, അൽ വാഹിദ് എന്നീ നാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഖുർആൻ എടുത്തു നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് നാമങ്ങളെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ അള്ളാഹു തആല ഈ നാമങ്ങളെ പറ്റി പരാമർശിക്കുന്നതെല്ലാം തൗഹീദിനെ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ഷിർക്കിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനുമാണ്. ഖുർആനിൽ അൽ വാഹിദ്, അൽ അഹദ് എന്നീ നാമങ്ങൾ പരാമർശിക്കുന്നുണ്ട് എങ്കിൽ അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ഒന്നുകിൽ തൗഹീദിനെ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകൾ അതിനുദാഹരണമാണ്. അതുപോലെ സൂറത്തു സാഫാത്തിലെ മറ്റു ചില ആയത്തുകൾ, സൂറത്തു സാഫാത്തിലെ 4-5 ആയത്തുകളിൽ ഇന്ന ഇലാഹക്കും ലവാഹിദുൻ, നിങ്ങളുടെ ഇലാഹ് ഏകനാണ്. റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ്, ആകാശഭൂമികളുടെ റബ്ബാണ്, അതിനിടയിലുള്ളതിൻ്റെ റബ്ബാണ്. അതുപോലെ തന്നെ ആ റബ്ബ് ഏകനാണ്, വാഹിദ് എന്നുള്ളത്. അപ്പോൾ ആ കാര്യം പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അറിയിക്കാനും അതുപോലെ തന്നെ ശിർക്കിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്താനുമാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 6 ആയത്തിൽ കാണാം ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂഹു വവൈലുൽ ലിൽ മുശ്രിക്കീൻ. അല്ലാഹു തആല പറയണ, ഖുൽ നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളുടെ പോലെ ഒരു മനുഷ്യനാണ്. യൂഹാ ഇലയ്യ, പക്ഷെ എനിക്ക് എന്തുണ്ട്? വഹി നൽകപ്പെടുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, എന്താണ് വഹി നൽകപ്പെടുന്നതിലെ അടിസ്ഥാനം? എന്താണ്? നിങ്ങളുടെ ഇലാഹ് ഏകനായിട്ടുള്ള ഇലാഹാണ്. ഫസ്തഖീമു, അതുകൊണ്ട് നിങ്ങൾ നേരെ ചൊവ്വേ നിലകൊള്ളുക, ഇലൈഹി, അവനിലേക്ക്,
വസ്തഗ്ഫിറൂഹു, അവനോട് ഇസ്തിഗ്ഫാർ നടത്തുക. വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവർക്ക് നാശം എന്ന് കാണാം. ഇതുപോലെ ധാരാളം ആയത്തുകൾ ഖുർആൻ എടുത്തു നോക്കുകയാണെങ്കിൽ സൂറത്തുൽ അൻബിയായിലെ 108-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു സ്വാദിലെ 65-ാമത്തെ ആയത്ത്, അങ്ങനെ ധാരാളം ആയത്തുകളിൽ അള്ളാഹു തആല ഈ അഹദ് വാഹിദ് എന്നുള്ള നാമങ്ങളെ അറിയിക്കുന്നത് ഒന്നുകിൽ ഷിർക്കിനെ സ്ഥാപിക്കാൻ, തൗഹീദിനെ സ്ഥാപിക്കാൻ, അല്ലെങ്കിൽ ഷിർക്കിൻ്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്താൻ. മറ്റൊരു തരത്തിൽ ഈ നാമങ്ങളെ പറ്റി പറയുന്നത് അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടാണ്. അദ്ദഅവതു ഇലൽ ഇസ്ലാമി ലില്ലാഹി വൽ ഇസ്തിസ്ലാമി ലിഅളമതിഹി വൽ ഖുദൂ, അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുലേക്ക് കീഴൊതുക്കാൻ ക്ഷണിക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാമത്തെക്കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ ഫലഹു അസ്ലിമൂ, നിങ്ങളുടെ ഇലാഹ് വാഹിദായിട്ടുള്ള ഏകനായിട്ടുള്ള ഇലാഹാണ്. ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ കീഴൊതുങ്ങുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ഏതൊരു കാര്യവും അത് ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതിപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, അങ്ങനെ എന്ത് പൂക്കളാവട്ടെ, കായ്ക്കനികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, മത്സ്യങ്ങളാവട്ടെ, എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിക്കുന്ന രീതിയിലാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു വാഹിദാണ്, അള്ളാഹു അഹദാണ്, അള്ളാഹുവാണ് ഏകനായിട്ടുള്ളവൻ. ആ ഏകത്വത്തെ, അതിൻ്റെ പരിപൂർണതയെ ബോധ്യപ്പെടുത്താനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏകത്വം സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹു ക്ഷണിക്കുന്നത് അവനെ മാത്രം കീഴൊതുങ്ങുക എന്നതിലേക്കാണ്, അവന് കീഴൊതുങ്ങുക എന്നതിലേക്കാണ്. അപ്പോൾ ഇത് തന്നെ മനുഷ്യനൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അവന് ഉൾക്കൊള്ളുന്ന കാര്യമാണ് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നും അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്നും. എന്നിട്ടും ആളുകൾ അള്ളാഹുവിനൊപ്പം പങ്കുചേർക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റത്തെ അബദ്ധവും അങ്ങേയറ്റത്തെ നഷ്ടവുമാണ്. അപ്പോൾ ഇവിടെ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ വിഷയം ഫലഹു അസ്ലിമു, നിങ്ങൾ അവന് കീഴൊതുങ്ങുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, വിരോധനങ്ങൾ ഒഴിവാക്കുക, പൂർണ്ണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുക. അതുപോലെ സൂറത്തുൽ അൻകബൂത്തിലെ 46-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വ ഇലാഹുനാ വ ഇലാഹുക്കും വാഹിദുൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മുടെയും നിങ്ങളുടെയും ഇലാഹ് ഏകനായ വാഹിദായ അള്ളാഹുവാണ്, അവനിതാ ഞങ്ങൾ കീഴൊതുങ്ങിയവരാണ് എന്നൊക്കെ കാണാം. ഇനി അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിച്ച, അല്ലെങ്കിൽ അള്ളാഹു മൂന്നിലൊന്നായ ഇലാഹാണ് എന്ന് വാദിച്ച നസാറാക്കളോടും അവരുടെ ആ നിരർത്ഥകത ബോധ്യപ്പെടുത്തുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അൽ വാഹിദ്, അള്ളാഹു ഏകനാണ് എന്നുള്ള അള്ളാഹുവിൻ്റെ നാമം വളരെയധികം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സുമറിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ, അള്ളാഹുവിനൊരു സന്താനത്തെ തിരഞ്ഞെടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവൻ്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്നതിനെ തിരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാനഹു, അവൻ പക്ഷെ പരിശുദ്ധനാണ്, അവൻ അങ്ങനെ ഒരു ആവശ്യമില്ല. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവൻ അള്ളാഹുവാണ്, അവൻ ഏകനാണ്, അവൻ സർവാധിപനാണ്. അപ്പോൾ വാഹിദ് എന്നുള്ളത് എല്ലാ ഷിർക്കിൻ്റെയും, അഹദ് വാഹിദ് എന്നുള്ള ഈ നാമങ്ങൾ ഷിർക്കിൻ്റെ എല്ലാ വാദങ്ങളെയും തകർത്ത് കളയുന്നൊരു കാര്യമാണ്. അള്ളാഹു അഹദാണ് വാഹിദാണ് എന്നൊരാൾ മനസ്സിലാക്കി കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അള്ളാഹുവിൻ്റെ ഒന്നിലും മറ്റൊരാളെ പങ്കു ചേർക്കാൻ അവന് സാധിക്കില്ല. അതുപോലെ സൂറത്തുൽ മാഇദയിലെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു മൂന്നിലൊന്നാണ് എന്ന് പറഞ്ഞവർ അവർ ആ വാക്കുകൊണ്ട് കുഫറിലായിരിക്കുകയാണ് നസാറാക്കൾ. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദുൻ, നിങ്ങൾക്കൊരു ഇലാഹുമില്ല, ഏകനായിട്ടുള്ള വാഹിദായിട്ടുള്ള അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുകയാണ്. അതുപോലെ ഷിർക്കൻ വിശ്വാസത്തെ, അതിൻ്റെ ആ വാദങ്ങളെ, അതെല്ലാം അള്ളാഹു തആല തകർത്തു എറിയുന്നതും ഈ ഒരു വാഹിദ് എന്നുള്ള നാമം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. സൂറത്തുൻ നഹ്ലിലെ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വഖാല അല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈൻ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് ഫഇയ്യായ ഫർഹബൂൻ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത്, അഥവാ അള്ളാഹുവിനോടൊപ്പം വേറൊരു ഇലാഹിനെ സ്വീകരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, അവൻ ഏകനായിട്ടുള്ള ഇലാഹാൻ. ഫഇയ്യായ ഫർഹബൂൻ, അതുകൊണ്ട് എന്നിലേക്ക് നിങ്ങൾ ഭയപ്പെട്ട് മടങ്ങുക, എന്നെ ഭയപ്പെടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് യൂസുഫ് നബി അലൈഹിസ്സലാം
ജയിലിലായിരുന്ന സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് തൗഹീദിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്ക് വളരെയധികം ഹിക്മത്തുള്ള, വളരെയധികം ചിന്താർഹമായിട്ടുള്ള വാക്കാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം സൂറത്തുൽ യൂസുഫിലെ 39-ാമത്തെ ആയത്തിൽ കാണാം, ജയിലിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളോട് തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ് അവരെ. പറഞ്ഞെന്താ? അഅർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അഅർബാബുൻ മുതഫർരിഖൂൻ, വ്യത്യസ്തരായിട്ടുള്ള റബ്ബുകളാണോ, അതല്ല വാഹിദ് ഏകനായിട്ടുള്ള സർവാധിപനായിട്ടുള്ള ഒറ്റ ഇലാഹായിട്ടുള്ള അള്ളാഹു ആണോ ഖൈറായിട്ടുള്ളത്? നോക്കി ശിർക്കിൻ്റെ ആളുകൾക്ക് ഒരുപാട് ഇലാഹുകളായിരിക്കും. അവരുടെ സങ്കടം പറയാൻ ഇപ്പോൾ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഏത് തരത്തിൽ നോക്കിയാലും ഒരേ ഷിർക്കിൻ്റെ ഒരു പാതയിലുള്ള ആളുകൾ ആണെങ്കിൽ പോലും ഒരു നാട്ടിലൊരു ഇലാഹാണെങ്കിൽ വേറെ നാട്ടിൽ വേറെ ഇലാഹ്, വേറെ നാട്ടിൽ വേറെ ഇലാഹ്, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുൽ തന്നെ പങ്കു ചേർക്കുന്ന ആളുകൾ, അവർക്ക് ഒരു ചാറമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് വേറെ നാട്ടിൽ വേറെ ചാറും, അതിൻ്റെ അപ്പുറത്ത് വേറെ. അവരുടെ സങ്കടം പറയാനും അവർക്ക് പ്രാർത്ഥിക്കാനും വ്യത്യസ്തരായിട്ടുള്ള ഇലാഹുകളെ എടുക്കുന്ന അവസ്ഥ കാണാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹദാണ് എന്നുള്ളത് അറിയിക്കുന്നത് അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ആധിപത്യം പറയുന്നിടത്തും അള്ളാഹുവിന് മുമ്പിൽ സൃഷ്ടികൾ പൂർണ്ണമായ താഴ്മ കാണിക്കണം എന്ന് പറയുന്നിടത്തും അൽ വാഹിദ് എന്നുള്ള നാമം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് പൂർണ്ണമായ ആധിപത്യ മുൽക്ക് അള്ളാഹുവിനാണ് എന്നും അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന് പൂർണ്ണമായ താഴ്മ കാണിക്കണം എന്ന് പറയുന്നിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അഹദ് അല്ലെങ്കിൽ വാഹിദ് എന്നുള്ള നാമത്തെ അള്ളാഹു തആല പറയുന്നുണ്ട്. സൂറത്തു ഗാഫിറിലെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമഹും ബാരിസൂൻ ലാ യഖ്ഫാ അലല്ലാഹി മിൻഹും ഷൈഉൻ. അന്ത്യനാളിനെ പറ്റി പറയാണ്, അന്നേ ദിവസം എല്ലാം വെളിവാകും. ആളുകളെല്ലാം അവരുടെ കർമ്മങ്ങളും അവരുടെ എല്ലാം വെളിവാകും. ഒന്നും തന്നെ മറച്ചു വെക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവുകയില്ല. ലിമനിൽ മുൽക്ക് അൽ യൗം, അന്നേ ദിവസം ആർക്കാണ് ആധിപത്യമുള്ളത്? എന്നിട്ട് പറയാണ്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായിട്ടുള്ള സർവാധിപനായിട്ടുള്ള അള്ളാഹുവിനാണ് അന്നേ ദിവസം ആധിപത്യമുള്ളത്. അപ്പം അള്ളാഹുവിൻ്റെ പരിപൂർണമായിട്ടുള്ള അധികാരത്തെ, ആധിപത്യത്തെ സ്ഥാപിക്കുന്നിടത്ത് അള്ളാഹു വാഹിദ് എന്നുള്ള നാമത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ ആശയത്തിലെ മറ്റൊരായത്താണ് സൂറത്തുൽ ഇബ്രാഹീമിലെ 48-ാമത്തെ ആയത്ത്. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്ത്, ആകാശവും ഭൂമിയും ഇന്നല്ലാത്തൊരു കോലത്തിലേക്ക് മാറ്റപ്പെടുന്ന ദിവസം. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അവരെല്ലാവരും കൂടി ഏകനും സർവാധിപനുമായിട്ടുള്ള അള്ളാഹുവിന് മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന, അള്ളാഹുവിന് മുമ്പ് നിൽക്കേണ്ടി വരുന്ന ആ ദിവസം എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ പരലോകത്തിൻ്റെ ആ ആധിപത്യത്തെ പറ്റി പറയുന്നിടത്തും അള്ളാഹു തആല വാഹിദ് എന്നുള്ള നാമം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വാഹിദ് അൽ അഹദ് എന്നുള്ള നാമം അറിയിക്കുന്നത് എല്ലാ രീതിയിലും, എല്ലാ പരിപൂർണതയിലും, എല്ലാ വിശേഷണങ്ങളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിനോട് പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനോട് സാമ്യതയുള്ള ഒന്നും തന്നെയില്ല. അള്ളാഹുവിൻ്റെ വിശേഷങ്ങൾ പോലെ വിശേഷണമുള്ള, അതിനോട് സാമ്യതയുള്ള ഒന്നും തന്നെയില്ല. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന, അതിനോട് സാമ്യതയുള്ള ആരും തന്നെയില്ല. അള്ളാഹു ഏകനാണ്. ഇനി അള്ളാഹുവിൻ്റെ ഈ അൽ അഹദ് അൽ വാഹിദ് എന്നുള്ള നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ചെറുതായിട്ട് ഓരോന്നായി പറയുകയാണെങ്കിൽ, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരക്കാരനുണ്ട് എന്നോ സമനുണ്ട് എന്നോ, മിസ്ല് വനിദ് വൽ കുഫ്, അള്ളാഹുവിന് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന് സാമ്യനുണ്ടോ എന്നോ അള്ളാഹുവിന് പകരക്കാരനുണ്ടോ എന്നോ എല്ലാത്തിനെയും ഈ നാമങ്ങൾ അൽ വാഹിദ് അല്ലെങ്കിൽ അൽ അഹദ് എന്നീ നാമങ്ങൾ അതിനെ നിഷേധിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്തു മറിയമിലെ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്, അൽ ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹുവിൻ്റേതുപോലെ പേരുള്ള വേറെ ആരെങ്കിലും നിനക്കറിയുമോ? അല്ലെങ്കിൽ അള്ളാഹുവിനോട് കുഫ്, അള്ളാഹുവിനോട് സാമ്യത തോന്നുന്ന സാദൃശ്യമുള്ള ഒന്നും തന്നെ ഇല്ല എന്നറിയിക്കുന്നതാണ് സൂറത്തുൽ ഇഖ്ലാസിലെ വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് സാമ്യത പറയുന്ന ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു എല്ലാ പകരക്കാരനോ പങ്കുകാരനോ ഒന്നുമില്ലാതെ ഏകനാണ്. രണ്ടാമത്തേത്, ഈ വാഹിദ് എന്നുള്ള നാമം അറിയിക്കുന്നത് ബുത്ലാനു തകീഫ്,
എങ്ങനെ എന്നുള്ളത് അള്ളാഹുവിനെ പറ്റി ചോദിക്കുന്നതിൻ്റെ പാടില്ല, അതിൻ്റെ നിരർത്ഥകത അറിയിക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനോട് ഒരു തരത്തിലും അള്ളാഹുവിനെ എന്ത് ചെയ്യാൻ പറ്റൂല, സാദൃശ്യപ്പെടുത്താനോ അത് എങ്ങനെയാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തു, അയാളത് എങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ വേറൊരാളെ പറ്റി പറയാം, അയാൾ ചെയ്ത പോലെ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഇയാളുടെ രൂപം അത് അവനെ പോലെയാണ് എന്ന് പറയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളുടെ കയ്യോ കാലോ ഒരു മൃഗത്തിൻ്റെ രൂപം അത് ഇന്ന മൃഗത്തിൻ്റെ പോലെയാണ് എന്ന് പറയാം. അങ്ങനെ എന്തിനെങ്കിലും വെച്ചിട്ട് അതിൻ്റെ രൂപം പറയാനോ അത് എങ്ങനെയാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ അള്ളാഹു വാഹിദാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തോളം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുത്ലാനു തക്കീഫാണ്. പിന്നെ അള്ളാഹുവിനെ പറ്റി എങ്ങനെ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ പറ്റി അള്ളാഹു പറഞ്ഞു തന്നല്ലാതെ നമുക്കൊരു തരത്തിലും ഒന്നിനോടും എങ്ങനെ എന്നതിനെക്കുറിച്ച് അള്ളാഹുവിനെ ഒരു വിശേഷണത്തെയും, അള്ളാഹുവിൻ്റെ കൈകളാവട്ടെ, അള്ളാഹുവിൻ്റെ വജ്ഹാവട്ടെ, അല്ലെങ്കിൽ ഒരു വിശേഷണവും എങ്ങനെയെന്ന് പറയാൻ സാധിക്കില്ല. അത് വാഹിദ് എന്നുള്ള നാമത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. മറ്റൊന്ന്, ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഇസ്ബാത്തു ജമീഇ സിഫാത്തിൽ കമാൽ, എല്ലാ വിശേഷണങ്ങളുടെയും പരിപൂർണത അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അള്ളാഹുവിൻ്റെ വിശേഷണം പോലെ മറ്റൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ വിശേഷണങ്ങളിലുള്ള പരിപൂർണത ഈ നാമം അറിയിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് അറിയിക്കുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിനുള്ള വിശേഷണങ്ങളുടെ എല്ലാം അതിൻ്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ അള്ളാഹുവിനാണുള്ളത്. അതിൻ്റെ നിഹായത്ത് അള്ളാഹുവിനാണ്. അതിനപ്പുറത്തേക്ക് വേറൊരാൾക്ക് ഏതെങ്കിലും ആ വിശേഷണമോ മറ്റൊന്നോ ഇല്ല. കാരണം അള്ളാഹു മാത്രമാണ് അതുള്ളത്, വാഹിദായതുകൊണ്ട്. അതായത് ഇപ്പോൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വ ഇന്ന ഇലാ റബ്ബിക അൽ മുൻതഹ, സൂറത്തുൻ നജ്മിലെ 42-ാമത്തെ ആയത്ത്. അള്ളാഹുവിലേക്കാണ് എല്ലാ അവസാനവും. അതായത് അള്ളാഹു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ വിശേഷണങ്ങളോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ അല്ലെങ്കിൽ നാമങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അത് എല്ലാത്തിൻ്റെ അവസാനമാണ്. കാരണം അള്ളാഹു വാഹിദാണ് എന്നതുകൊണ്ട്. മറ്റൊന്ന് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ വാഹിദ് എന്നുള്ള നാമം തൻസീഹുഹു സുബ്ഹാന അനിൻ നഖായിസ് വൽ ഉയൂബ്, എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളത്. എല്ലാ ന്യൂനതകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. അതും വാഹിദ് എന്നുള്ള നാമം അറിയിക്കുന്നതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഏകനായിട്ടുള്ളവൻ, എല്ലാ വിശേഷണങ്ങളിലും പരിപൂർണമുള്ളവൻ. അതുകൊണ്ട് തന്നെ ഒരു ന്യൂനതയും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാവുകയില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ അൽ വാഹിദ് എന്നുള്ള നാമം അറിയിക്കുന്നതാണ് ഇബാദത്തിൽ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു മാത്രമാണ് അർഹനായിട്ടുള്ളവൻ, വേറൊരാളും അതിന് അർഹനായിട്ടില്ല എന്നുള്ളത് വാഹിദ് എന്നുള്ള നാമത്തെ അറിയിക്കുന്നതാണ്. അതുപോലെ മുശ്രിക്കീങ്ങൾക്കെതിരെ ഉള്ള റദ്ദ്, അഥവാ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ അത് ഒന്നും ഒരു പങ്കുകാരനും അള്ളാഹുവിനില്ല, അള്ളാഹു വാഹിദാണ്, അള്ളാഹു ഏകനാണ് എന്ന് അറിയിക്കുന്ന കാര്യമാണ് വാഹിദ് എന്നുള്ള നാമം. അപ്പോൾ ഈ മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം പറ്റി പറയുകയാണ് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര അസ്വസ്ഥരായിരിക്കുന്ന, അവർക്ക് ഭയങ്കര അസ്വസ്ഥമായിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ അറിയിക്കുന്നുണ്ട്. സൂറത്തുൽ സുമറിലെ 45-ാമത്തെ ആയത്ത് നോക്കൂ. വഇദാ ദുകിറല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനെ പറ്റി മാത്രം പരാമർശിച്ചാൽ, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹനെന്ന് പറഞ്ഞാൽ, അള്ളാഹു മാത്രമാണ് ഇലാഹാണെന്ന് പറഞ്ഞാൽ, ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ ഖൽബുകൾക്ക് വിറകൊള്ളും, അവരുടെ ഖൽബുകൾ അസ്വസ്ഥമായി തീരും. വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ, അള്ളാഹുവിന് പുറമേയുള്ളവരെ പറ്റി പറയപ്പെട്ടാൽ അവരെന്തായിരിക്കും, അവർ സന്തോഷിക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ ഈ ആയത്തുകളിലൂടെ ഷിർക്കിൻ്റെ നിരർത്ഥകതയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വാഹിദ് എന്നുള്ള നാമം ചുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള ഏകത്വത്തെ അറിയിക്കുന്നവനാണ്. അള്ളാഹുവിനെ പോലെയോ അള്ളാഹുവിനെ എങ്ങനെയെന്ന് പറയാവുന്ന രീതിയിലോ അള്ളാഹുവിന് സമനായിക്കൊണ്ടോ ഒന്നും തന്നെ ഇല്ല. അവൻ്റെ പ്രവർത്തനത്തിലും വിശേഷണങ്ങളിലും നാമങ്ങളിലും എല്ലാം അള്ളാഹു ഏകനാണ് എന്നുള്ളതാണ് അതറിയിക്കുന്നത്.